Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ നടന്ന പോലീസ് വെടിവയ്പ്പിന് 65 വർഷം തികയുന്നു. 1959 ജൂൺ 13 അങ്കമാലിയിൽ നടന്ന വെടിവയ്പിൽ 7 പേരാണ് മരിച്ചത്. 1959 ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ഭരണമേറ്റ കാര്യം നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒന്നാണല്ലോ. അതിൻ്റെ പ്രത്യേക കാരണം മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഭരണഘടനയിൽ വിദ്യാഭ്യാസ നയത്തിനും മറ്റ് പരിഷ്കാര നിയമങ്ങൾക്കും കൊണ്ടുവന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഇവിടുത്തെ ജനത്തിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെ തുടർന്ന് വിമോചന സമരം ആരംഭിക്കുകയും വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജൂൺ മാസം 13 അങ്കമാലിയിൽ പ്രദേശിച്ച ജനത്തിന് എതിരെ വലിയ വെടിവെപ്പുണ്ടാകുകയും 7 പേര് ദാരുണമായ അന്ത്യം വരിക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ സംഭവം ആചരിച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ വിമോചന രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള ഓർമ്മ ആചരിക്കുകയും അങ്കമാലിയിൽ അവരെ സംസ്കരിച്ചിരിക്കുന്ന ഖബറിടത്തിങ്കൽ വന്ന് പ്രാർത്ഥനയും മറ്റ് ശുശ്രൂഷകളും നടത്തി അവർക്ക് ആത്മശാന്തിക്കും ഒപ്പം സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടതിൻ്റെ നല്ല അനുസ്മരണവും പുതുക്കിക്കൊണ്ട് പോകാറുണ്ട്. ഈ വർഷവും കേരള പ്രതികരണ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ സംരംഭം നന്നായി നടത്തുവാനായിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുന്നതിൽ അവരെ സ്വാഗതം ചെയ്യുന്നു. അന്നത്തെ തിരുക്കർമ്മങ്ങളിലും അന്നത്തെ ശുശ്രൂഷകളിലും അതിനുശേഷമുള്ള ചെറിയ അനുസ്മരണ മീറ്റിങ്ങിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റൂരിൽ നിന്നും കള്ള് ഷാപ്പിന് മുൻപിൽ ആരംഭിച്ച ഒരു സമരം ഇടത് സർക്കാരിൻ്റെ മദ്യനയത്തിലും വിദ്യാഭ്യാസ നയത്തിലുമെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ ഒന്നായി മുന്നിട്ടിറങ്ങി ആരംഭിച്ച ചെത്തുതൊഴിലാളി സമരമാണ് പിന്നീട് അങ്കമാലിയിലേക്കും സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിലേക്കും പടർന്ന് അത് രൂക്ഷമാവുകയും അങ്കമാലിയിൽ 7 പേർ കൊല്ലപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്ത് ആകമാനം 15ഓളം പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ നടന്ന സമരമാണ് വിമോചന സമരമായി രൂപപ്പെട്ടത്. ആ വിമോചന സമരത്തിൻ്റെ 65ാം വാർഷികമാണ് ഈ വരുന്ന ജൂൺ 13 വിമോചന സമര രക്തസാക്ഷികളെ ആദരിക്കുവാനും അവരുടെ കുടുംബാംഗങ്ങളെ ചെറിയ ചെറിയ സഹായം ചെയ്യുവാനും കേരള പ്രതികരണ വേദി വർഷങ്ങളായി ചെയ്തു വരുന്നു. അവർക്ക് പെൻഷൻ ഫണ്ട് കൊടുക്കുന്നതിനും കേരള പ്രതികരണ വേദി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പെൻഷൻ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്കമാലിക്ക് പേരും പെരുമയും ഉണ്ടായത് ഈ കല്ലറയിലൂടെയാണ്. ലോകശ്രദ്ധ ആകർഷിച്ച കല്ലറയാണ് അങ്കമാലി കല്ലറ. ഈ 65ാം വർഷത്തും കോവിഡ് സമയത്തും ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു. ഈ 65ാം വർഷത്തിലും ഞങ്ങൾ അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അങ്കമാലിയിലെ വാണിജ്യ മണ്ഡലങ്ങളിലെ പ്രമുഖർ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. 50ാം വർഷത്തിൽ സഭ ഞങ്ങൾ കല്ലറ ഗ്രാനൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞോണം ഞങ്ങൾ അത് കല്ലറ ഗ്രാനൈറ്റ് ചെയ്യിപ്പിച്ചു. ഇവിടെ ഇരുന്ന കരിയാച്ചൻ മുതൽ എല്ലാ അച്ഛന്മാരും ഞങ്ങളോട് വളരെ സഹകരണത്തിലായി. അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്ക പള്ളിയിൽ 13 രാവിലെ 7 അനുസ്മരണ ദിവ്യബലി ഉണ്ടാകും. വിമോചന സമര രക്തസാക്ഷികളെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിൽ അനുസ്മരണ പ്രാർത്ഥനയും പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും ഉണ്ടായിരിക്കും.